ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ നമുക്കറിയാം വനം വകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയ ഇന്ന് ഇടുക്കിയിലേക്ക് പോവുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഇടുക്കി ശാന്തൻപാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ പ്രശ്നക്കാരായ കാട്ടാനകളുണ്ടല്ലോ, നാട്ടിലേക്ക് ഇറങ്ങി പ്രശ്നമുണ്ടാക്കുന്നത്, അവരെ നിരീക്ഷിക്കാനാണ്. ഡ്രോൺ വഴിയുള്ള പരിശോധനയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്നറിയാം. നമുക്ക് പ്രിൻസ് ജെയിംസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രിൻസ്, ഗുഡ് മോർണിംഗ്. നമുക്ക് കുറെ പേരുകൾ അറിയാം ഇടുക്കിയിലെ കാട്ടാനകളുടെ. ചില്ലിക്കൊമ്പൻ, അരിക്കൊമ്പൻ, അതുപോലെ ചക്കക്കൊമ്പൻ, പടയപ്പ. അപ്പൊ അതൊക്കെ അറിയാം. ഇതിലെ പ്രശ്നക്കാരൊക്കെയാണ്, ഇവരെ എങ്ങനെ നിരീക്ഷിക്കാനാണ്, ഇവരുടെ റൂട്ടൊക്കെ എങ്ങനെയാണ്, ഇവർ എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാനാണോ അല്ലെങ്കിൽ അത് പരിശോധിക്കാനാണോ ഡോക്ടർ അരുൺ സക്കറിയ അങ്ങോട്ടേക്ക് വരുന്നത്? ഗുഡ് മോർണിംഗ് അജിത്ത്. ഗുഡ് മോർണിംഗ് അജിത്ത്. ഇന്ന് ഇടുക്കിയിലെയും വയനാട്ടിലെയും ആറാത്തി ടീമുകളുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത പരിശോധനയാണ് ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ നടക്കുന്നത്. പ്രധാനമായും ഇവിടെ ആക്രമണകാരികളായ ഒറ്റയന്മാരെ നിരീക്ഷിക്കും. 4 ദിവസത്തിനകം നിരീക്ഷണം പൂർത്തീകരിക്കാനാണ് ഈ ആറാത്തി ടീമിന്റെ ലക്ഷ്യം. ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ ഇവിടെ നടക്കും. ആന എവിടെയാണ് നിൽക്കുക എന്നാണ് പ്രധാനമായും ഇന്ന് ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നതിനുള്ള ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് വൈകിട്ടോടെ അരുൺ സക്കറിയ ജില്ലയിലെത്തും. തുടർന്നായിരിക്കും ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസം വേലുകൾക്ക് ചേർന്ന യോഗത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. മതികെട്ടാൻ ചോലയിൽ നിന്നും പതിവായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഒപ്പം ആനകളെ ഉൾവനത്തിലേക്ക് തുരത്തുക, അപകടകാരികളായ ആനകളെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളും അന്ന് മുൻപിലേക്ക് വന്നിരുന്നു. എന്തായാലും അരുൺ സക്കറിയ എത്തുന്നതിന് ശേഷമായിരിക്കും ഇതിൽ ഏത് കാര്യത്തിലായിരിക്കും തീരുമാനമെടുക്കുക, ഏത് കാര്യമായിരിക്കും നടപ്പിലാക്കുക എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കുന്നത്. എന്തായാലും പ്രധാനമായും മതികെട്ടാൻ ചോലയിൽ നിന്ന് അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, ചില്ലിക്കൊമ്പൻ, ഒപ്പം മൊട്ടവാലൻ എന്നീ 4 ആനകളാണ് ഒറ്റയാന്മാരാണ് പ്രധാനമായും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത്, ജനങ്ങൾക്ക് നേരെ ആക്രമണമൊക്കെയാണ് നടത്തുന്നത്. ഒപ്പം ഇടുക്കിയിലെ മറ്റു മേഖലകൾ, മൂന്നാർ മേഖലയിലുള്ള പടയപ്പയും ഹോസ് കൊമ്പനും അപകടകാരികളാണ്. എന്തായാലും പടയപ്പ വളരെ നാളുകളായി ശാന്തനായ ആനയായിരുന്നെങ്കിലും ഈ കുറച്ച് മാസങ്ങളായി പടയപ്പയും ആക്രമണകാരിയാണ്. ഹോസ് കൊമ്പൻ വലിയ ആക്രമണം നടത്തുന്ന ആനയല്ലെങ്കിൽ